ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അതും ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ പുട്ടുണ്ടാക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അവൽ കൊണ്ടാണ്. ഞാൻ പിങ്ക് കളറുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പാനിനകത്തോട്ട് കുറഞ്ഞ തീയിലിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ ഒരു അവലെടുക്കുമ്പോൾ ഇങ്ങനെ പൊടിയുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവാകുന്ന വരെ അവൽ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഈ വറുത്തവലിനെ ഒരു മിക്സിയിലെ ജാറിനകത്തിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് അതിനുശേഷം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ സാധാരണ രീതിയിൽ പുട്ടുപൊടി നനയ്ക്കുന്ന പോലെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും തളിച്ച് നല്ലതുപോലെ ഒന്ന് പുട്ടുപൊടി നനയ്ക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് നനച്ചെടുക്കാം. ഇത് കട്ടത്തൊന്നുമില്ല. എത്ര വെള്ളം കൂടിയെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല പരുവത്തിന് ആയിക്കോളും. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം ഇത്രയും മതി. അതിനുശേഷം ഞാൻ അതിട്ട് കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പീരയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്നിങ്ങനെ തല്ലിപ്പൊത്തി ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഞാനിവിടെ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതിനുള്ള ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറേശ്ശെ ആദ്യം കുറച്ച് തേങ്ങാപ്പേര് വെച്ച് പിന്നെ അവൽ നനച്ചതും കൂടെ നമ്മളിതിനകത്തോട്ട് കുറച്ച് ആ പൊടിയും കൂടെ വാരി വെച്ച് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് തേങ്ങാപ്പേര് വെച്ച് കൊടുക്കുക. നമ്മൾ തേങ്ങാപ്പേര് ഇതിനകത്തിട്ട് പുരട്ടിയതുകൊണ്ട് ഒത്തിരി തേങ്ങാപ്പേരുടെ ആവശ്യമില്ല. കുറച്ചിങ്ങനെ വാരി വെച്ച് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ ഇവിടെ പുട്ടിന് നല്ലതുപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് നേരമായി ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ട്. അങ്ങനെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അവൽപ്പുട്ടാണ്. ഇപ്പോൾ എല്ലാവരും എപ്പോഴും നമ്മൾ അരിപ്പൊടി ഗോതമ്പ് പൊടിയൊക്കെ വെച്ചല്ലേ പുട്ടുണ്ടാക്കുന്നത്. ഇനി അവലൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് പുട്ടുണ്ടാക്കി നോക്കണം. വളരെ വേഗമാണ്, നല്ല ടേസ്റ്റിയാണ്. ഈ പിള്ളേരൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ടൊക്കെ വരുമ്പോഴേ ഇതുപോലൊന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു ചായയുടെ കൂടെ വേഗം തന്നെ, കറികളൊന്നും വേണ്ട, വളരെ വേഗം തന്നെ ഇത് കഴിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ അവൽപ്പുട്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.